ഹായ് കൂട്ടുകാരെ. സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ കണക്ഷനിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് കാർഡ്സ് എടുത്തപ്പോൾ അതിൽ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഉണ്ട്, അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് സോഡ്സ്, എയ്റ്റ് ഓഫ് സോഡ്. എയ്റ്റ് ഓഫ് സോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ട അവസ്ഥയാണ്. നിങ്ങളുടെ എനർജി ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണക്ഷന് ഈ ഒരു കണ്ണീറായിരിക്കാം, മന്ത്രവാദമായിരിക്കാം, നെഗറ്റീവായിട്ടുള്ളൊരു എനർജി നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു അസൂയ കുശുമ്പൊക്കെ വരില്ല, അതും നമുക്കൊരു കണ്ണീറായിട്ട് വരാട്ടോ. അപ്പോൾ ഇതിൽ ആ കാർഡ്സിൽ പറയുന്നത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്യും. അങ്ങനത്തെ ബ്ലോക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് എനർജി വന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കും, ഓവർ ടയേർഡ്നെസ്, ഹെൽത്ത് നല്ല രീതിയിൽ മോശമായിരിക്കും, അസുഖങ്ങൾ വരിക, എങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ വീഴുന്നൊരവസ്ഥയാണ് വരുന്നത്. കർമ്മ നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കർമ്മ ക്ലെൻസിങ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. കർമ്മയെ വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് കർമ്മ നല്ല ബാക്ക് കർമ്മയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കർമ്മ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യുക. അതുപോലെ ഫോർഗീവ്നെസ് ചെയ്യുക നന്നായിട്ട്. ഹാപ്പി ഫാമിലി ലൈഫും ഫുഡ് കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ പേഴ്സൺ ഒരു ബോധമല്ലാതെ കൊണ്ടുപോയ റിലേഷൻഷിപ്പ് ആയിരിക്കും, സീരിയസ് അല്ലാതെ. പിന്നീട് ഒരു ഇതെത്തിയപ്പോഴാണ് അവർക്ക് പേടിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജീസ് വന്നാൽ കൂടുതൽ അവർക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയായപ്പോൾ ഒരു ലീവ് ചെയ്ത് ഓടുക ചെയ്തത്. കാരണം ഇതിൽ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നു, അല്ലെങ്കിൽ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടില്ല പറയാൻ പറ്റില്ല, പക്ഷേ അത് എത്രത്തോളം ഇട്ടിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. അവർക്ക് പിന്നെ പേടിക്കാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെയോ പേടി, അല്ലെങ്കിൽ ഇത് നന്നാവോ, സക്സസ് ആവോ, ഇവർക്ക് നല്ലതായിട്ട് വരില്ലേ, അത് നിങ്ങൾക്ക് അതെ ബാധിക്കുമോ. കാരണം നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് എനർജി, ഈ തല്ലൂടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ, ഈ നെഗറ്റീവ് എനർജിയാണ്. 5 ഓഫ് സോഡ്സിൻ്റെ കാർഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു കാര്യമില്ലാതെ ഫൈറ്റ് ചെയ്ത് ആ എനർജി അങ്ങോട്ട് കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മളതിന് വെറുപ്പിക്കുന്നൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. അതൊക്കെ നമ്മുടെ ഈ എനർജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യം ചലഞ്ചസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. നിങ്ങളൊന്ന് കാണുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ തടസ്സം വരാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അതിലൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻസ് വന്ന് അത് കട്ടായി പോകുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്ത അവസ്ഥ വരിക. നല്ല രീതിയിൽ മുടക്കും, ബ്ലോക്കേജസ് നന്നായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ്. ഈ ഒരു കർമ്മ ക്ലെൻസിങ് ഫോർഗീവ്നെസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ത്രോട്ട് ചക്ര ചെയ്യാം നിങ്ങൾക്ക്, റൂട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, 7 ചക്ര മെഡിറ്റേഷൻസും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോൾ അതൊന്നുകൂടി നല്ലതായിരിക്കും. ചക്രാസിൻ്റെ ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ലോ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. ഹാപ്പി ഫാമിലി ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡെല്ലാം ഉണ്ട്. കിങ് ഓഫ് വാൻസ്. ഒരു ഡിസിഷൻസ് അവർ എടുക്കണമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം അവർക്കും അവർക്കിങ്ങനെ ഹെഡ് ഏക്ക് നന്നായിട്ട് വരും ഇങ്ങനത്തെ ചെയ്യുമ്പോൾ. തലയ്ക്കൊക്കെ ഭയങ്കരമായിട്ട്, കാരണം ഇവരുടെ മൈൻഡ് വേറൊരു പേഴ്സൺ കൺട്രോൾ ചെയ്യുകയാണ് ഈ ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് വല്ലാത്തൊരു ഇതാണ്. ആ എനർജീസൊക്കെ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അവരിങ്ങനെ നന്നായിട്ട് അവർ ക്ഷീണിക്കുന്നത് കാണും. അവരെ കണ്ടാൽ തന്നെ അവരെ എന്തോ ഒന്ന് എഫക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഫേസ് കാണുമ്പോൾ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ കമൻസിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടണ്ട. അത് കുറേ പേര് കാണുന്നതാണ്. നിങ്ങൾക്കിത് എഫക്റ്റ് ചെയ്ത് തോന്നുന്ന എഫക്റ്റ് ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഞാൻ ഈ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറയാം. നിങ്ങളുടെ സ്റ്റോറീസ് പാരഗ്രാഫ് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ഫോർമേഷൻ പോലെ വന്നിട്ട് പിന്നെയും എനർജീസ് റിപ്പീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പം നല്ല കമൻസ് മാത്രം ഇടുക, പോസിറ്റീവായിട്ട് ഇടുക. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഈ ഒരു പേഴ്സൺ അപ്പോൾ വർക്കിലേക്കും ബിസിനസ്സിലേക്കും ഷിഫ്റ്റ് മാറ്റി, അവിടെയും അവർക്ക് അടി, ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു വരിക. ഇവരെ നല്ല രീതിയിലും ഇവരെ സുപ്പീരിയേഴ്സൊക്കെ ഇവരെ യൂസ് ചെയ്യുന്ന പോലെ. കാരണം ഈ എനർജിയുടെ എഫക്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഇവരെ ഒന്ന് യൂസ് ചെയ്യാനൊക്കെ തോന്നും, പറ്റിക്കാൻ തോന്നും, ചീറ്റ് ചെയ്യാനും ഇവരെ വേദനിപ്പിക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ് അവർ എവിടെ പോകുമ്പോഴും അവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് മനസ്സുകൊണ്ട് മടുക്കുന്ന പോലെ. അങ്ങനെ അവർക്ക് പറ്റാതെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും. ബിക്കോസ് നിങ്ങൾ തമ്മിലും ഒരു എനർജീസ് ക്ലാഷ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം. അവർ കെട്ടിയിട്ട അവസ്ഥയാണ് ഇപ്പോൾ അവർ വേറൊരു പേഴ്സണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും അവർക്കൊരു കെട്ടിയിട്ട അവസ്ഥയാണ് കാണിക്കുന്നത്. അവരതിൽ നിന്ന് കടന്നിട്ടില്ല, പക്ഷെ കടക്കും അവർ. കാരണം സൺ കാർഡ് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇതൊക്കെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? കർമ്മ ക്ലെൻസിങ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യാം. അവർ കൂടുതലും ഹെഡ് വെച്ചിട്ടാണ് തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം അത്രയും ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ ഇവർക്കിപ്പോൾ ക്ലാരിറ്റി വരുന്നുണ്ട്. ഐസ് ഓഫ് സോഴ്സ് ക്ലാരിറ്റി വരുന്നുണ്ട്. ക്ലാരിറ്റി വരുമ്പോൾ അവർ ആക്ഷൻ എടുക്കാനുള്ള ആക്ഷൻ മോഡ് വരുന്നുണ്ട്. ഓക്കെ,
അതുപോലെ ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിൽ എഫക്ട് ചെയ്ത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ കൈയും കാലൊടിയോ അങ്ങനെയൊക്കെ വരുന്നതും ഈ ഒരു എനർജിയുടെ ഭാഗമായിട്ടാണ്. 5 അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നമ്പേഴ്സ് ഞാൻ പറയാം. 5 5 555 കാണുന്നുണ്ടായിരിക്കാം, 888 അല്ലെങ്കിൽ 889 898 55 അത് 1010 1010 നമ്പർ കാണുന്നുണ്ടായിരിക്കാം, 9 കാണുന്നുണ്ടായിരിക്കും, 119 191 911 ഇങ്ങനത്തെ നമ്പേഴ്സ് കാണാം. 111 111 ഉണ്ട്, 1111 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ 8ൻ്റെ കോമ്പിനേഷൻസ് വരെ 118 181 81 18 ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. 144 ഇങ്ങനത്തെ ഒക്കെ 8 9 5 കോമ്പിനേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക യു ഹാവ് ദാറ്റ് കർമ്മ നടന്നുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കുക. കർമ്മ ക്ലെൻസിങ് ചെയ്യുക, നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇത് ഞാൻ പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസസ് ആണ്. ഞാൻ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതും നിങ്ങൾക്ക് ഒരു ദിവസം ഓരോരുത്തർക്കുള്ളതായിരിക്കാം, നിങ്ങളത് കാണാതെ പോകരുത്. ഈ ഒരു സൈക്കിക്കായിട്ടുള്ളൊരു റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഞാൻ എടുക്കുന്ന കാർഡല്ല, എനിക്ക് ഷഫിൾ ചെയ്യുമ്പോൾ ഈ കാർഡുകളൊക്കെ ചാടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ എനർജി ആയിട്ട് കളക്റ്റീവായിട്ട് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് റെസനേറ്റ് ആയി വരാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് ആയിട്ട് എന്തും എടുക്കണം കേട്ടോ, നിങ്ങൾ തള്ളിക്കളയരുത്. നാളൊരു കാലത്ത് നിങ്ങൾ ആഫ്റ്റർ ഡെത്തിൽ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചോദിക്കും നീ ഈ കർമ്മം ചെയ്ത് ഞാൻ സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസസ് തന്നല്ലോ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊരു 595 എന്ന നമ്പറൊക്കെ കാണാം കേട്ടോ. അവർ നല്ല രീതിയിൽ അവർ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് എഫക്റ്റ് കിട്ടുന്നില്ല. ബിക്കോസ് ഈ എനർജി ബ്ലോക്ക് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വരുന്നതും ബ്ലോക്ക് ചെയ്യുകയാണ്, എല്ലാം ഒരു ബ്ലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങളെ ഒരു കാര്യമല്ലാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ എനർജി ഇവരെ മൈൻഡ് വേറെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യണം. ഭയങ്കര കൺട്രോളിങ്ങിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് 8 ഓഫ് സോർട്സ്. അപ്പോൾ ഇതിൽ കാണുന്നവർക്ക് ഒരു 85% ബ്ലാക്ക് എനർജീസ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളത് ക്ലെൻസ് ചെയ്യുക, സോൾട്ട് ബാത്ത് എടുക്കാം, റൂമൊക്കെ ക്ലെൻസ് ചെയ്യുക, നിങ്ങളിൽ നിന്ന് ക്ലെൻസ് ചെയ്യുക, കുറച്ച് നേരം നാച്ചുറലൊക്കെ ഇരിക്കാൻ, കുറച്ച് കടലോ അല്ലെങ്കിൽ പുഴകളൊക്കെ ഉണ്ടെങ്കിൽ അരുവികളുടെ അടുത്തൊക്കെ ഇരിക്കുന്നതും നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട് മൈൻഡ് ബോഡി സോളൊക്കെ. പിന്നെ തോട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് എനർജീസ് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടൊർമാലിൻ്റെ ചെയിൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഒബ്സീഡിയൻ്റെ ബ്രേസ്ലെറ്റ്സും വാങ്ങാം നിങ്ങൾക്ക് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഉപ്പിട്ടൊക്കെ കുളിക്കുക, സോൾട്ട് ബാത്ത് വളരെ നല്ലതാണ്. പക്ഷെ സൺ കാർഡ് ഉള്ളത് കൊണ്ട് ഈ ഒരു എനർജീസ് മാറിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡും ഉണ്ട്, സണ്ണും ഉണ്ട്. അത് ഹാപ്പി ഫാമിലി ലൈഫാണ്. നിങ്ങൾ ജോയിൻ ആവാനും റിയൂണിയൻ ആവാനും റീകൺസിലേഷൻ ആവാനൊക്കെ വളരെ വളരെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ എനർജിയിൽ നിന്നൊന്നും കടന്നു പോകണം. എസ്പെഷ്യലി ഈ ഒരു 1 ഇയർ അത്യാവശ്യം ശനി വെച്ച മന്ത് എന്ന് ചില സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും തരിക. നൈറ്റ് ഓഫ് കപ്സ് പോലെ തന്നെ മെല്ലെയാണ് ആൾ മൂവ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു എനർജീസ് അത്ര എഫക്റ്റ് നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, കാരണം വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് റിവേഴ്സ് വന്നിട്ട് എനിക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം കർമ്മ അധികം നിൽക്കുന്നുണ്ട്. ആ കർമ്മയായിരിക്കാം ഇങ്ങനെ എനർജി വരുമ്പോൾ അതിന് റിസീവ് ചെയ്യാൻ പറ്റിയത്. നല്ല ഒരു എനർജീസ് ഉണ്ടെങ്കിൽ ഈ ഒരു എനർജീസ് ആരെങ്കിലും സെൻഡ് ചെയ്താലും നമ്മളിലേക്ക് വരില്ല, തിരിച്ചത് ഡബിളായിട്ട് അവരിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അവർ ഭയങ്കര ഹാപ്പി അല്ല കേട്ടോ, അവർ ഭയങ്കര സാഡാണ്, ഭയങ്കര ഒരു ബ്ലാക്ക് എനർജിയാണ് കാണിക്കുന്നത്. അവർ 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോബിട്ട് നിൽക്കുന്ന പേഴ്സൺ. ബ്ലാക്ക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും വിഷമം, പെയിൻ, അവർ ഭയങ്കര പെയിന്, എന്താ പറയുക, അവർ ഈ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വേദന ബുദ്ധിമുട്ടുകളിലൊന്നും കടന്നു പോയിട്ടുണ്ടാവില്ല. അത്രയും ബുദ്ധിമുട്ട് അവർ എന്ത് ചെയ്യാൻ നോക്കിയാലും അവിടെ ബ്ലോക്കാണ്. അവർക്ക് തന്നെ അവരോട് സാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. ബിക്കോസ് ഇതൊക്കെ യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് വിശ്വസിക്കാനും കണക്ട് ചെയ്യാനും സ്പിരിച്വലായിട്ട് പോകാനും കൂടിയാണെന്നും കൂടി മനസ്സിലാകും. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പോലെ നമുക്കിത് പറയാം. അപ്പോൾ നിങ്ങളുടെ എനർജീനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങളൊന്ന് കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇത് പൊക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് കാർഡ്സ് എടുക്കാം. ഏഞ്ചൽ ഗൈഡൻസ് കാർഡിൽ നമുക്ക് കിട്ടിയതുണ്ടാവും, നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്യണം. ഫോർഗീവ്നെസ് നല്ലൊരു പവറുണ്ട്. നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആക്കാൻ ഫോർഗീവ്നെസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുറേ പേർക്ക് നോ നീഡ് ടു വെറി. അതുപോലെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, റിക്കവറി കാർഡൊക്കെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു എന്നും പറയുന്നത്. നമ്മളിതൊക്കെ ഗൈഡൻസസ് തരുന്നു. ഇനി നിങ്ങൾ വിശ്വസിക്കണോ ചെയ്യണോ എന്നൊക്കെ നിങ്ങളുടെ അനുസരിച്ചിരിക്കും. ഹെൽത്തിനെ എഫക്റ്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സോളാർ പ്ലെക്സസും താഴത്തെ 3 ലോവർ ചക്രാസ് ആയിരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 7 ചക്ര ചെയ്യുമ്പോൾ അത് ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ ചാൻസ്. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ഡിവൈൻ എനർജി കൊടുത്തിട്ട് കഴിക്കും. എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞാൽ ഹീൽ ആവുകയാണ്. വെള്ളം ശരീരത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നതാണ്. അപ്പോൾ അത് ഹീലിംഗ് പവർ
അവിടെ കുടിക്കുമ്പോൾ നല്ല രീതിയിൽ ഹീലിംഗ് അവിടെ നടക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് റീഡിങ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നല്ല കമൻറ്റ്സ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആയി തോന്നുന്നത് അതും കമൻറ്റ് ചെയ്യാം. ടാരോ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. അതുപോലെ കർമ്മ ക്ലെൻസിങ് എന്തായാലും 21 ഡേയ്സെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഈ ഒരു എനർജി കാണുന്നത് ഫുൾ കർമ്മ ഉള്ളവരെയാണ്. അപ്പോൾ ഇത് കാണുന്നവർക്ക് കർമ്മ, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ എനർജി എന്താണോ അതിനനുസരിച്ച് ആ വീഡിയോസ് പോപ്പ് ആയി വരും. എത്ര വീഡിയോസ് യൂട്യൂബിൽ നിങ്ങളെല്ലാം കാണുന്നില്ലല്ലോ, നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി സംബന്ധമായിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ കർമ്മ ക്ലെൻസിങ് ചെയ്യുക, ഫോർഗീനേഴ്സ് മെഡിറ്റേഷൻസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, 7 ചക്ര ചെയ്യുക. ഓക്കെ, എന്നും 5 മിനിറ്റോ 10 മിനിറ്റ് മെഡിറ്റേഷനിൽ ഇരിക്കുക, എപ്പോഴും അവെയർനെസ്സിലിരിക്കുക, നാച്ചുറുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താൻ നോക്കുക. അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ചെടികളായിട്ടൊരു എന്താ പറയുക ഗാർഡനിങ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. മരത്തിനെ കെട്ടിപ്പിടിക്കുന്നതും നമ്മുടെ എനർജീസ് ഗ്രൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ ടാരോ റീഡിങ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യാം, നമുക്ക് ടാരോ റീഡിങ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇന്നലെയും എനിക്ക് കമൻറ്റ് വന്നിരുന്നു 2.5 ഇയേഴ്സിന് ശേഷം അവരുടെ പാർട്ട്ണർ കോൺടാക്റ്റിലേക്ക് വന്നത്. എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു, കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ കോൺടാക്റ്റ് വന്നിട്ടുണ്ട് അവർക്ക്, അവർ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ കോൺടാക്റ്റും പറഞ്ഞ പോലെയൊക്കെ റീഡിങ് സംഭവിച്ചിട്ട് റിസൾട്ട് പറയാറുണ്ട്. അതെനിക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റീഡിങ് ചെയ്യാം. നമുക്ക് ഇൻഡ്യൂഷനും തോന്നുന്ന ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഓക്കെ ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.